മുഖ്യമന്ത്രി പിണറായി വിജയന് വന്നൊരു ഗതികേട് അതൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം മുഖം കണ്ട ജനങ്ങൾ ചാനൽ മാറ്റാൻ തുടങ്ങിയതോടെ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിനെ കൂട്ടുപിടിച്ച ഒരു ഇമേജ് ബിൽഡിംഗ് നാടകം കളിക്കാൻ ഇറങ്ങിയ പിണറായിക്ക് കിട്ടിയതാകട്ടെ വമ്പൻ തിരിച്ചടിയും. ഇരുവർ എന്ന പേരിട്ട് സഖാക്കൾ ആഘോഷിച്ച ആ അഭിമുഖം അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ പ്രഹസനമായിട്ടാണ് അവസാനിച്ചത്. പൊതുജനം പറയുന്നത് ഒന്നേ ഉള്ളൂ: ഈ പരിപാടി പ്ലാൻ ചെയ്ത PR ഏജൻസി ആരായാലും അവർ വാങ്ങിയ കാശ് മുഖ്യമന്ത്രിക്ക് തിരിച്ചു നൽകണം. കാരണം അത്രയ്ക്കും നിലവാരമില്ലാത്ത ഒരു തിരക്കഥയായിരുന്നു അത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ ആ കസേരയിൽ ഇരിക്കുന്നത്? കേരളത്തിന്റെ നയങ്ങൾ, നമ്മുടെ ഭാവി, വരും കാലങ്ങളിലെ വികസനം, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെയാവണ്ടേ ഒരു രാഷ്ട്രീയ നേതാവ് സംസാരിക്കേണ്ടത്? പകരം അവിടെ കണ്ടതെന്താണ്? ജനങ്ങളെ വിഡ്ഢികളാക്കാൻ തുന്നിക്കൂട്ടിയ കുറെ പഴഞ്ചൻ കഥകൾ മാത്രം. ചുരുക്കത്തിൽ പിണറായിയുടെ വിഷൻ 2030 കേൾക്കാൻ ആഗ്രഹിച്ച അഭിമുഖം കണ്ടവർക്ക് മുന്നിൽ വിളമ്പിയതാകട്ടെ വളിച്ച കോമഡിയും. പറഞ്ഞിട്ട് കാര്യമില്ല. VD സതീശനെ പോലെയോ പഴയകാല നേതാക്കളായ K കരുണാകരനെ പോലെയോ EMSനെ പോലെയോ ചോദ്യങ്ങൾക്ക് തത്സമയം മറുപടി പറയാനുള്ള അറിവും ദീർഘവീക്ഷണവും ഇല്ലാത്ത പിണറായി വിജയന് വേണ്ടി തുന്നിക്കൂട്ടിയ സ്ക്രിപ്റ്റിൽ ഇതിൽ കൂടുതൽ എന്തു പ്രതീക്ഷിക്കാനാണ്? 1 മണിക്കൂറിൽ താഴെയുള്ള അഭിമുഖം ഷൂട്ട് ചെയ്യാൻ എടുത്തത് 2 ദിവസമാണ്. അപ്പോൾ തന്നെ ആലോചിച്ചു നോക്കൂ, എത്ര ആക്ഷനും കട്ടും പോയിട്ടുള്ള ടേക്കുകൾ പോയിട്ടുണ്ടാകുമെന്ന്. എന്റെ മക്കളാണ് എന്റെ വീക്ക്നെസ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ ഒരു വീക്ക്നെസ് കൊണ്ട് മാത്രം കേരളം ഇന്ന് എത്രത്തോളം അനുഭവിച്ചു തീർക്കുന്നുണ്ടെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. എന്തിനായിരുന്നു കോടികൾ പൊടിച്ചുള്ള ഈ PR അഭ്യാസം? ഇതിലും വലിയൊരു പകൽ കൊള്ള വേറെയുണ്ടോ? മുൻനിര ചാനലുകൾ ഉൾപ്പെടെ 18ഓളം ചാനലുകളിൽ ഒരേ സമയം ഈ PR നാടകം സംപ്രേഷണം ചെയ്യാൻ സർക്കാർ ഒഴുക്കിയത് കോടികളാണ്. വിയർപ്പൊഴുക്കി സാധാരണക്കാരൻ നൽകുന്ന നികുതി പണം ഉപയോഗിച്ച് സ്വന്തം ഇമേജ് നന്നാക്കാൻ നോക്കുന്ന ഈ ഗതികേട് കേരളം തിരിച്ചറിയണം. അഴിമതിയും സ്വജനപക്ഷപാതവും മറയ്ക്കാൻ മഹാനടനെ കൂട്ടുപിടിച്ച് നടത്തിയ ഈ രാഷ്ട്രീയ നാടകത്തിന്റെ പൊള്ളത്തരങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുകയാണ്. വികസന കാര്യങ്ങളിലും സ്വന്തം പാർട്ടിക്കാർ തന്നെ തെറ്റു ചെയ്യുമ്പോഴുമൊക്കെ അവർക്കെതിരെ കർക്കശമായ നിലപാടെടുക്കാൻ മടിച്ചു നിൽക്കുന്ന പിണറായി സർക്കാരിന് പക്ഷേ ഈ നാട്ടിലെ മദ്യവിൽപ്പനയുടെ സമയം കൂട്ടാൻ തീരുമാനമെടുക്കാൻ വെറും മണിക്കൂറുകൾ മാത്രം മതിയായിരുന്നു എന്നത് കേരളം മറന്നിട്ടില്ല. സാധാരണക്കാരൻ നൽകുന്ന പണം ഉപയോഗിച്ച സ്വന്തം കരി പുരണ്ട ഇമേജ് വെളുപ്പിക്കാൻ നോക്കുന്ന ഈ ഗതികേട് അത് കേരളം അവജ്ഞയോടെ മുഖത്തിരിക്കും. ചുരുക്കത്തിൽ ഭരണപരാജയങ്ങൾ മറച്ചു വെക്കാൻ വെള്ളിത്തിരയിലെ നായകന്മാരെ കൂട്ടുപിടിക്കുന്നത് ഒരു ഭരണാധികാരിയുടെ ആത്മവിശ്വാസമില്ലായ്മയാണ് വെളിപ്പെടുത്തുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ കോടികൾ ഒഴുക്കി നടത്തുന്ന ഇത്തരം PR അഭ്യാസങ്ങൾ ജനാധിപത്യത്തിന് തന്നെ അപമാനമാണ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കൊണ്ട് സാധാരണക്കാരൻ പൊറുതിമുട്ടുമ്പോൾ അവർക്ക് ആശ്വാസം നൽകുന്നതിന് പകരം സ്വന്തം ഇമേജ് വെളുപ്പിക്കാൻ ഖജനാവ് ദൂർത്തടിക്കുന്നത് അങ്ങേയറ്റം ക്രൂരമാണ്. ചോദ്യങ്ങളെ ഭയക്കുന്ന, മാധ്യമങ്ങളെ അകറ്റി നിർത്തുന്ന, സ്ക്രിപ്റ്റഡ് അഭിമുഖങ്ങളിൽ മാത്രം അഭയം പ്രാപിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ലെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. കരിപുരണ്ട വിഗ്രഹങ്ങളെ എത്ര കഴുകി തുടച്ചാലും ജനമനസ്സുകളിൽ പതിഞ്ഞ അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും നിഴലുകൾ മാഞ്ഞുപോകില്ല. ജനഹിതം തിരിച്ചറിയാത്ത ഇത്തരം പ്രഹസനങ്ങൾ തുടർന്നാൽ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലായിരിക്കും ഈ സർക്കാരിന്റെ സ്ഥാനം. ഭരണത്തിന്റെ അന്ത്യദിനങ്ങളിൽ ഇത്തരം വേഷം കെട്ടലുകളിലൂടെ രക്ഷപ്പെടാമെന്നത് വെറും വ്യാമോഹം മാത്രമാണ്. ഈ അഭിമുഖം കണ്ടവരോട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സ്വന്തം മക്കളെ കുറിച്ച് വാചാലനാകുന്ന മുഖ്യമന്ത്രി ഒരു കാര്യം മറക്കരുത്: കൃപേഷിനും ശരത് ലാലിനും ഷുഹൈബിനും ഷുക്കൂറിനും എന്തിന് TP ചന്ദ്രശേഖരന് വരെ ഇവിടെ അമ്മമാരും അച്ഛന്മാരും സഹോദരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പാർട്ടിക്കാർ കൊന്നു തള്ളിയ ആ മക്കളെ ഓർക്കുമ്പോൾ ഈ മക്കൾ പാസം വെറും കാപട്യമായി മാത്രമേ ജനങ്ങൾക്ക് തോന്നൂ.
തിരഞ്ഞെടുപ്പ് വരെ ഈ PR നാടകങ്ങൾ ഇനിയും തുടരുമായിരിക്കും. പക്ഷേ കേരളം ഇതിനെയൊക്കെ അവജ്ഞയോടെ തള്ളിക്കളയുക തന്നെ ചെയ്യും. ഇനി പ്രേക്ഷകരുടെ അറിവിലേക്ക് ഞാൻ കഴിഞ്ഞ മാസം കണ്ട ഒരു അഭിമുഖം, അത് കഴിയുമെങ്കിൽ നിങ്ങളും കാണാൻ ശ്രമിക്കുക. പ്രമുഖ ബ്ലോഗറായ ഷാരിഖ് ഷംസുദ്ദീൻ പ്രതിപക്ഷ നേതാവ് BD സതീശനുമായി നടത്തിയ ഒരു അഭിമുഖമാണിത്. എത്ര ഭംഗിയായിട്ടാണ് കേരളത്തിന്റെ ഓരോ മേഖലകളെ കുറിച്ചുമുള്ള തന്റെ വികസന സ്വപ്നങ്ങൾ സതീശൻ പറഞ്ഞു വെക്കുന്നത്. സർക്കാരിന്റെ കെടുകാര്യസ്ഥതകൾ ചൂണ്ടിക്കാണിക്കുന്നതിനോടൊപ്പം ഓരോ മേഖലകളും എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും ബ്രാൻഡ് ചെയ്യണമെന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. സത്യത്തിൽ കേരളത്തിലെ ഏറ്റവും വിഷണറിയായ ലീഡർ ആരാണെന്ന് പ്രേക്ഷകർക്ക് തന്നെ ഈ രണ്ട് അഭിമുഖങ്ങൾ കണ്ട ശേഷം തീരുമാനിക്കാവുന്നതാണ്.